സംഗീതത്തിന്റെ സംരക്ഷകൻ ശ്രീ തകാറാം ഭീൽ, പത്മശ്രീ 2026. മൂൾസാഗർ ഗ്രാമം, ജയ്സൽമീർ, രാജസ്ഥാൻ. ഇവിടെ ഭീൽ കുടുംബത്തിൽ ജനിച്ച ആ ബാലൻ തകാറാം ഭീൽ, അവൻ വളർന്ന് ഭാരതത്തിന്റെ പുരാതന വാദ്യമായ അൽഗോസയിൽ വൈദഗ്ധ്യം നേടി. അൽഗോസ വായിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ശുദ്ധമായ സംഗീതത്തിനായി ഒരൊറ്റ ശ്വാസത്തിൽ ഇടവേളയില്ലാതെ ദീർഘസമയം തുടർച്ചയായി വായിക്കണം. സാധാരണ ചുറ്റുപാടുകളിലാണ് തകാറാം വളർന്നത്. ഈ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എന്റെ അച്ഛൻ അൽഗോസ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീതം ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോഴാണ് ഞാൻ അൽഗോസ പഠനം ആരംഭിച്ചത്. ദിവസവും മണിക്കൂറുകൾ പരിശീലിച്ച് എന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നിട്ടും തകാറാം മനോബലം നഷ്ടപ്പെടുത്തിയില്ല. അദ്ദേഹം അൽഗോസയിൽ മുഴുകി ദിവസവും രാത്രിയും അഭ്യസിച്ച് അദ്ദേഹം തന്റെ കഴിവ് വളർത്തി. 20-ാം വയസ്സിൽ കല്ല് പൊട്ടിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഒരു സംഗീതവേദിയിൽ തന്റെ കഴിവ് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. പതുക്കെ അദ്ദേഹത്തിന്റെ അൽഗോസയുടെ മധുരമായ ശബ്ദം കേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ എത്തിത്തുടങ്ങി. അദ്ദേഹത്തിന് ഉത്തര അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലെ വേദികളിൽ അവസരങ്ങൾ ലഭിച്ചു. ഇതിലൂടെ ഇന്ത്യയുടെ പുരാതന നാടോടി സംഗീതം ലോകമെമ്പാടും പ്രശസ്തി നേടി. ഇന്ന് തകാറാം ഭീൽ തന്റെ ഗ്രാമത്തിൽ അൽഗോസ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ നടത്തുന്നു. തന്റെ വിദഗ്ധ കരങ്ങളാൽ അദ്ദേഹം അൽഗോസ വാദ്യം സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തകാറാം ഭീൽ ഒരു പുരാതന നാടോടി സംഗീത സംസ്കാരം ഇന്നും സജീവമായി നിലനിർത്തുന്നു. ഈ അവസരത്തിൽ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. കഠിന പരിശ്രമം വിജയം നൽകും. ജയ് ഹിന്ദ്. ശ്രീ തകാറാം ഭീൽ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.